ഏഴാം മാസത്തിൽ സി സെക്ഷൻ സർജറി ചെയ്ത് അവരപ്പോൾ പറഞ്ഞത് അമ്മയുടെ കാര്യത്തിലോ കുഞ്ഞിൻ്റെ കാര്യത്തിലോ ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റും എന്നായിരുന്നു. അതിനുശേഷം ഭാഗ്യവശാൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആൻ്റണി, ഭാര്യ ഷാര, മകൻ ഡാനിയൽ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മകൻ ഡാനിയലിന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത്. സെപ്റ്റംബർ 2022 ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ 6ാമത്തെ നിയോഗമായിരുന്നു ഒരു കുഞ്ഞ് എന്നുള്ളത്. മറ്റ് നിയോഗങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. കാരണം ഞങ്ങൾക്ക് കുഞ്ഞെന്നൊരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു കടമ്പ തന്നെയായിരുന്നു. കാരണം വൈഫിന് കുറച്ചു കാലം മുൻപ് ഒരു ഒവേറിയൻ ട്യൂമർ സ്ഥിരീകരിക്കുകയും ഒരു ഓവറി കംപ്ലീറ്റായി റിമൂവ് ചെയ്യുകയും സെക്കൻഡ് ഓവറിയുടെ ചെറിയൊരു പോർഷൻ റിമൂവ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം പല ഗൈനക്കോളജിസ്റ്റുകളും പറയുകയുണ്ടായി ഒരു കുഞ്ഞെന്ന ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ മറ്റു ജോലി സംബന്ധമായും സാമ്പത്തികമായും മറ്റു കുടുംബകാര്യങ്ങളുമായിട്ടുള്ള പല നിയോഗങ്ങളും വെച്ചിട്ട് 6ാമത്തെ നിയോഗമായിട്ടാണ് കുഞ്ഞിൻ്റെ വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത ആദ്യത്തെ മാസം തന്നെ വൈഫ് കൺസീവ് ആവുകയാണ് ഉണ്ടായത്. കൺസീവായി 6 മാസം വരെ കാര്യങ്ങളെല്ലാം എല്ലാ ചെക്കപ്പുകളും എല്ലാം നോർമലായിരുന്നു. ഞങ്ങൾ UAE-യിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എല്ലാം നോർമലായിരുന്നു. 7ാം മാസമായപ്പോൾ നാട്ടിൽ ഡെലിവറി നടത്താമെന്ന് കരുതി നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം തൊട്ട് ആൾക്ക് പ്രഷർ വേരിയേഷൻ, പിന്നെ കുറച്ച് ദേഹത്ത് നീർക്കെട്ട്, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ആൾ കോവിഡ് പോസിറ്റീവാണെന്ന്. കോവിഡ് പോസിറ്റീവും ഈ പ്രഷർ ഡിഫറൻസും മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റല്ല എന്നൊക്കെ ഗൈനക്കുകൾ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റായിട്ട് സി സെക്ഷൻ സർജറി ചെയ്യേണ്ടി വന്നു. 7ാം മാസത്തിൽ സി സെക്ഷൻ സർജറി ചെയ്ത് അവരപ്പോൾ പറഞ്ഞത് അമ്മയുടെ കാര്യത്തിലോ കുഞ്ഞിൻ്റെ കാര്യത്തിലോ ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റും എന്നായിരുന്നു. അതിനുശേഷം ഭാഗ്യവശാൽ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അതിക്ക് മുന്നേ ഞാൻ നേരിട്ട് വന്ന് മാർച്ച് മാസത്തിൽ ഉടമ്പടി എടുക്കുകയുണ്ടായി. ഏപ്രിൽ 18 കുഞ്ഞിൻ്റെ സി സെക്ഷൻ നടക്കുന്നു, പുറത്തെടുക്കുന്നു. കരച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടായി. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു. ഇൻക്യുബേറ്ററിലായിരുന്നു ഒരു 2 ആഴ്ച കാലം. അവൻ മൈൽ സ്റ്റോൺസൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞിനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഉടമ്പടി തൈലമാണ് കാലിൽ തേച്ച് കൊടുത്തത്. അവൻ്റെ മൈൽ സ്റ്റോൺസൊക്കെ അച്ചീവ് ചെയ്തു വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത തടസ്സം. വൈഫിൻ്റെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നിരുന്ന വൈഫിൻ്റെ സിസ്റ്ററും ബ്രദേഴ്സും എല്ലാം അവർക്കെല്ലാം വൈറൽ ഫീവർ സ്ഥിരീകരിച്ചു. അടുത്ത പ്രശ്നം, അപ്പോൾ കുഞ്ഞിനെ തന്നെ NICUവിൽ തന്നെ കുട്ടീനെ വേറൊരു ബെഡിലോട്ട് ഐസൊലേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ഒരുപാട് ഭയന്നു. കാരണം ഇത്രയും കടമ്പ കടന്ന് കുഞ്ഞ് ഇതുവരെ എത്തി, എന്നിട്ട് വീണ്ടും കുഞ്ഞിനെങ്ങാനൊരു വൈറൽ ഫീവറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമാകും. ഡോക്ടേഴ്സ് എല്ലാം പേടിച്ചു. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യവും പ്രശ്നം, മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ അവരുടെ കാര്യവും പ്രശ്നം. ഭാഗ്യവശാൽ അവിടെയും മാതാവ് ഞങ്ങളെ കാത്തു. അവന് കുഴപ്പമൊന്നുമില്ലാണ്ട് 3ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും NICU മാറ്റി മറ്റ് മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്ത് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. 2 ദിവസം മുന്നേ മാമോദീസയായിരുന്നു. മാമോദീസ കഴിഞ്ഞ് കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്നോട് വന്നിരിക്കുന്നത്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവികമായി കൂടുതൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും, ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിരുന്നു. സോ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കുവാനും, സ്ഥിരമായി പള്ളിയിൽ പോകാനും, ബൈബിൾ വായിക്കുവാനും, വിശേഷ ദിവസങ്ങളിൽ മാത്രം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഈസ്റ്റർ ക്രിസ്മസ് ഇതിനൊക്കെ മാത്രം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അതെല്ലാം മാറി 2 ആഴ്ച കൂടുമ്പോൾ കറക്റ്റായി കുമ്പസാരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനും എല്ലാം ശ്രദ്ധിച്ചു പോകുന്നു. ഇങ്ങനെ ദൈവത്തിനും മാതാവിനും നന്ദി. കാരുണ്യപ്രവൃത്തികളെല്ലാം ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ചെയ്യാറുണ്ട്. സാമ്പത്തിക സഹായമായോ വിദ്യാഭ്യാസ സഹായമായോ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാം പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ പാലിച്ചു പോരുന്നു. ഇത്രയാണ് പറയാനുള്ളത്. മാതാവിനും